ഹായ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് പീഡനത്തിനിരയായി മരണപ്പെട്ട ജിഷയുടെ അമ്മയുടെ ഇന്റർവ്യൂകളും അത് സംബന്ധിച്ചുള്ള ട്രോളുകളും മറ്റുമാണ് അല്ലെ. ഒരു ഭാഗത്ത് നിന്ന് ആ സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്യുക, എന്നിട്ടോ ഇപ്പുറത്ത് നിന്ന് ആ സ്ത്രീയെ ട്രോളാം. ഇതന്നെ സംഭവം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീയുടെ വൈറലായ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടോക്കാം. ഇവര് സിനിമയിൽ കൂടിയെങ്കിലും ഈ മമ്മൂട്ടിയായിട്ട് കേസ് CBI ഒരുപാട് സിനിമകൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ എൻ്റെ നേരിട്ട് പറഞ്ഞവര് കൊലപാതകം ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ അവരെ പിടിച്ച് എങ്ങനെയെങ്കിലും സൂപ്പിട്ട് ഏതെങ്കിലും തരത്തിൽ ഇവരെ ഉള്ളം കയ്യിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ പ്രതികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ സത്യം കണ്ടെത്തി ഒരു പടമാക്കി തീർത്ത് അത് ഞങ്ങളുടെ പടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ വൻ വിജയങ്ങളും പടങ്ങൾ വന്ന് കിട്ടും. വല്ലാത്തൊരാവശ്യമായി പോയി. ഇപ്പൊ ഈ സ്ത്രീയുടെ പുതിയ ആവശ്യമാണ് ഇപ്പൊ ഇവരുടെ കഥ സിനിമയാക്കണം, അതിൽ മമ്മൂട്ടി തന്നെ അഭിനയിക്കണം. എന്നിട്ടോ മമ്മൂട്ടി തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നാണ് ഇവര് പറയുന്നത്. അതിലവർക്ക് അഭിനയിക്കും കൂടി വേണം കേട്ടോ. പിന്നീട് ഇവരുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ മമ്മൂട്ടി സാറ് എൻ്റെ അടുത്ത് വരും. ഇത്രയും ക്രൂരമായിട്ടൊരു പെൺകുട്ടിയെ എൻ്റെ മകളെ കൊന്നിട്ട് ഈ മമ്മൂട്ടി എൻ്റെ അടുത്ത് വന്ന് ഞാൻ കണ്ടില്ല, മോഹൻലാൽ എൻ്റെ അടുത്ത് വന്ന് കണ്ടില്ല. ഇവർ ഈ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷെ ഇവരൊക്കെ വരുമെന്ന് ഞാൻ ധരിച്ചു. ഇതാണ് ഇവരുടെ അടുത്ത ആവശ്യം. മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള നടന്മാർക്ക് ഇവരുടെ അടുത്ത് വന്ന് ഇവരെ ആശ്വസിപ്പിച്ച് ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവസാനം ഒരു സിനിമയും പിടിച്ചു പോകണം പോലും. എന്ത് നല്ല ആഗ്രഹം. ഇനി അവസാനമായി സഹായിച്ച ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ മറുപടി ഉണ്ട്. ആ മറുപടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം. അതൊന്ന് കണ്ടോക്കാം. ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങൾ എന്നെ സഹായിച്ചെന്ന് പറയണു. പിന്നെ ഞാൻ അവരോട് എന്ത് ചോദിക്കാനാ? എനിക്ക് ജനങ്ങൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവർ സഹായിക്കണം, വേറെ ഒന്നിനുമല്ല. ഞാൻ വീണ്ടും തീർത്തു പറയണം. എൻ്റെ മരിച്ചു പോയ ശിശുമോളത് ഒരു നേരത്തെ ചോറ് തന്നെ എനിക്ക് സുഖമുണ്ടായി മരുന്ന് മേടിക്കാൻ. അത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് ചോദിക്കല്ല. ഈ കോടികളൊന്നും വന്നത് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. 8,4 ലക്ഷം കിട്ടി, ഇച്ചിരി സ്വർണം മേടിച്ചെന്നുള്ളത് ശരി, അതിന്റെ ബില്ല് എന്റെ കയ്യിൽ. എങ്ങനെയുണ്ട് ഈ സ്ത്രീ ഇപ്പൊ അവകാശപ്പെടുന്നത് ജനങ്ങളൊന്നും തന്നെ സഹായിച്ചിട്ടില്ല എന്ന മട്ടിലുള്ള സംസാരമാണ്. പാവം അല്ലേ, പഞ്ചപാവം. ആകെ കിട്ടിയത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പെറുക്കിയിട്ട് ഒരു 8 ലക്ഷം റുപ്യ കിട്ടിയതായി. അതിനാണ് ഈ സ്വർണം വാങ്ങിച്ചു. വേറെ കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ സ്ത്രീ അവകാശപ്പെടുന്നത്. നമുക്ക് എന്തായാലും ഈ സ്ത്രീയുടെ മുമ്പത്തെ കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. സത്യാവസ്ഥ എന്താണെന്ന് അറിയണല്ലോ. പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പം ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. ഇപ്പം എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എൻ്റെ കാരണന്മാർ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരൊരു കോലവും രൂപവും എനിക്ക് കിട്ടും. ഒരു വർഷം മുന്നുള്ള വീഡിയോ ആണ്. 2016 ക്രൂരമായ ബലാത്സംഗത്തിനിരയായിട്ടാണ് ജിഷ മരിച്ചത്. ഇത് 2020 വീഡിയോ ആണ്. അന്ന് ആ സ്ത്രീ ഭയങ്കര റിച്ച് ആയിട്ടാണ് ജീവിച്ചത്. ഈ വീഡിയോ കാണാത്തവർ വളരെ കുറവാണ്. അത് നമ്മുടെ വിഷയമല്ല, നമുക്കത് വിടാം. നമുക്ക് വേറൊരു വീഡിയോ കണ്ടോക്കാം. പൊതുജനങ്ങൾ എനിക്ക് 40 ലക്ഷം രൂപയല്ല തന്നിട്ടുള്ളൂ. വെളിരാജ്യത്തുനിന്നും പുറത്തുനിന്നും ഇന്ത്യയിൽ നിന്നും എല്ലാ രാജ്യത്തുനിന്നും എല്ലാ ജനങ്ങളും എനിക്ക് ഒരുപാട് കോടികൾ പൈസ വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിയിപ്പ്. ഈ വീഡിയോയിൽ പറയണത് എന്താ, വെളിരാജ്യത്ത് നിന്നും മറ്റുമൊക്കെയായി കോടികൾ ജനങ്ങൾ എനിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വെറും 40 ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ കിട്ടിയത്. ബാക്കി കോടികൾ എവിടെ എന്നാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. ഒരാഴ്ച മുന്നേ 8 ലക്ഷം റുപ്യ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കരഞ്ഞ സ്ത്രീയാണ്. 40 ലക്ഷം റുപ്യ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കോടികൾ എവിടെ എന്ന് ചോദിക്കണേ. ഇനി ഈ കിട്ടിയ 40 ലക്ഷം നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2016 ജിഷ മരിച്ചതിന് ശേഷമാണ് ഇവർക്ക് 40 ലക്ഷം റുപ്യ കിട്ടിയത്. ഇപ്പം 2020 ആയി. അപ്പൊ 4 വർഷം ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വർഷം ഇവർക്കുള്ള ചെലവിനുള്ള ക്യാഷ് എന്ന് പറയുന്നത് 10 ലക്ഷം റുപ്യ. അങ്ങനെ വരുമ്പോൾ ഒരു മാസം ഇവർക്ക് ചെലവാക്കാൻ കിട്ടുന്നത് 80,000 രൂപ. ശരാശരി ഒരു മലയാളിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല അത്, അല്ലേ? എന്റെ ചോദ്യം അതല്ല. പിന്നെ എങ്ങനെ ഈ പണം തീർന്നു, എവിടെ പോയി, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ മേടിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ 9 ക്യാമറ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ 9 ക്യാമറ ഫിറ്റ് ചെയ്തു. ഒരു കിണർ ആദ്യം കത്തി, വെള്ളം കിട്ടിയില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കിണർ കത്തി. 2 കിണർ കത്തുമ്പോൾ രൂപ എത്രയാവുന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂല ഏകദേശം. ഈ കാശ് വന്നിടെയാണ് പളനി കൊണങ്ങി നല്ലൊരു കാശ് വേണമല്ലോ. ഇതിനൊക്കെ തന്നെയാണ് ഈ കാശ് കിട്ടുന്നത്. ലക്ഷങ്ങൾ വേണ്ട, എന്നാലും ന്യായമായി കാശ് വേണമല്ലോ, വണ്ടി കാശ് വേണമല്ലോ. സ്വർണം വാങ്ങിച്ചു, 9 ക്യാമറ ഫിറ്റ് ചെയ്തു, പഴനി പോയി. ഇതോടെ 40 ലക്ഷം തീർന്നെന്നാണ് ഈ സ്ത്രീ അവകാശപ്പെടുന്നത്. ഒന്ന് ലോജിക്ക് വെച്ച് ചിന്തിച്ചു നോക്കി. തലകുത്തി മറിഞ്ഞാലും ഈ 3 കാര്യങ്ങൾ ചെയ്താലും 40 ലക്ഷം രൂപ തീർന്നു പോകില്ല. ഇനി ഉണ്ടാക്കുന്ന കിണറ് സ്വർണത്തിന്റെ കിണറൊക്കെ ആവണം. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അതാകുമ്പോൾ കോടികൾ ചെലവരല്ലോ. കിട്ടിയ 40 ലക്ഷത്തിൽ നിന്നും വലിയൊരു ഓഹരി ഇവരെന്തോ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും പണം തീർന്നു പോകില്ല. എത്ര ആർഭാടായി ജീവിച്ചാലും കുറച്ച് ലക്ഷങ്ങളും ബാക്കി ഉണ്ടാവല്ലോ, അല്ലെ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓഡിയോ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടേത്. അന്ന് നമുക്ക് കേട്ടോക്കാം. സീരിയലാണല്ലേ, സിനിമയല്ല? സിനിമ മോഡലില്. ഓ, സിനിമ മോഡലുള്ള സീരിയല്. ചിത്രീകരണം പൂർത്തിയായി, അവര് എല്ലാം പൂർത്തീകരിച്ചു. അപ്പൊ ഏത് ചാനലിലാ വന്നേന്ന് വല്ലതും പറഞ്ഞോ അവര്? എല്ലാത്തിനും കൊടുക്കൂന്നൊക്കെ പറഞ്ഞു. ഒന്നും അത് ഇതിന്റെ ഒന്നും അറിയൂല. ഇതിപ്പോ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പൈസ ശേഖരിച്ച് ഷൂട്ട് ചെയ്തു. എല്ലാവരും കൂടി കുറച്ച് അങ്ങോട്ട് ഇട്ട് അപ്പൊ
പൈസ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ സീരിയൽ പിടിക്കാൻ നമുക്ക് ലാഭം കിട്ടൂല്ലോ. അതെ, പൈസ അക്കൗണ്ടിൽ വെറുതെ ഇട്ടിട്ട് എന്ത് കാര്യം? സീരിയൽ പിടിച്ചാൽ നമുക്ക് ലാഭം കിട്ടല്ലോ അല്ലെ? അപ്പൊ കാര്യം വ്യക്തമാണ്. സീരിയൽ പിടിച്ചിട്ടാണ് ഈ സ്ത്രീ ഇത്രയും വലിയ എമൗണ്ട് പൊടിച്ചു കളഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പെൺകുട്ടി ദാരുണമായി മരണപ്പെട്ടു. അവളോടുള്ള സഹതാപം കാരണം ഒരുപാട് ആളുകൾ അയച്ചു കൊടുത്ത പണമാണ് ഈ സ്ത്രീ ഈ രീതിയിൽ പൊടിച്ചു കളഞ്ഞത്. ഈ അയച്ചു കൊടുത്ത ആൾക്കാരും വീട്ടിൽ പൈസയൊക്കെ സ്ഥലമില്ലാണ്ട് കൊടുത്തൊന്നുമല്ല. പല ആളുകളും അന്നന്ന് കിട്ടുന്ന വക വെച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെ നുള്ളി പെറുക്കി കൊടുത്തയക്കുന്ന ക്യാഷ് ഇങ്ങനെ സീരിയൽ പിടിച്ചും മറ്റുമൊക്കെ പൊടിച്ചു കളയെന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീയുടെ വേറൊരു വീഡിയോ കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. 700 ഷുഗറായിട്ട് പനിയും കൂടുതലാണ്. 102 ഡിഗ്രി പനി, 700 ഷുഗറായിട്ട് അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും പനി പറയാത്തതുകൊണ്ടും അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പോലീസുകാരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കാരണം കയ്യിൽ കാശില്ല. ഞാൻ സുഖമില്ലാണ്ട് കിടക്കണം, എൻ്റെ കയ്യിൽ ഓടുന്ന പൈസ. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 35,000 രൂപ സാനിറ്ററി ആശുപത്രിയിൽ കെട്ടണം. 3-4 ദിവസം കിടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ MLA പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുത്തിട്ടുണ്ട്. ഈ സ്ത്രീക്ക് പനി കൂടി 102 ഡിഗ്രി സെൽഷ്യസ് ആയി സീരിയസ് ആയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 35,000 റുപ്യാണ് ചെലവായത്. ആ പണത്തിന് വേണ്ടി MLA ഓഫീസിൽ പോയ സമയത്ത് പണം നൽകാതെ ഒരു പുസ്തകം നൽകി അവരെ പറഞ്ഞയച്ചെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. 35,000 റുപ്യ ചെലവാകണമെന്നുണ്ടെങ്കിൽ പണം ഇല്ലാത്ത സ്ഥിതിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയതെങ്കിൽ ഇത്ര പൈസ ചെലവാവില്ലായിരുന്നു. ഇനി പോട്ടെ, മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് തന്നെ വെക്കാം. എന്നാലും നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചിന്തിക്കേണ്ടത് മുമ്പ് 40 ലക്ഷം റുപ്യ സഹായം ലഭിച്ച സ്ത്രീയാണ്. ആ സ്ത്രീ തന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം രോഗത്തിന്റെ പേരിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് MLAയുടെ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഏത് തരത്തിലാണ് MLA പെരുമാറേണ്ടത്? ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഉത്തരവുള്ളതൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞ് സംഭവിച്ചെന്താ? ജിഷ മരണപ്പെടുന്നു. ആ പെൺകുട്ടിയോടുള്ള സഹതാപം കാരണമായി ആ പെൺകുട്ടിയുടെ അമ്മയായിട്ടുള്ള ഈ സ്ത്രീക്ക് എല്ലാവരും കൂടി സഹായിച്ച് 40 ലക്ഷം രൂപ ലഭിക്കുന്നു. കണക്കിലുള്ള പണമാണ് കേട്ടത്. കണക്കിലില്ലാത്ത ഒരുപാട് പണങ്ങളുണ്ടാകും, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ പണമല്ലേ ഈ സ്ത്രീ എന്താക്കി? സീരിയൽ പിടിച്ചും മറ്റും തോന്നിയ പോലെ അങ്ങോട്ട് ചെലവാക്കി. എന്നിട്ട് ക്യാഷ് തീർന്നപ്പോൾ എന്താക്കി? ഞങ്ങൾ ആരും സഹായിച്ചിട്ടില്ല, ഞങ്ങളെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും കൈനീട്ടാൻ വരുന്നു. അങ്ങനെ ഉണ്ട്. ഉള്ളത് പറയാലോ, സ്വന്തം മകളുടെ മരണത്തെ മുതലാക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അറിയിക്കണതല്ല, ഈ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരെ കുറിച്ചാണ്. ഇവരെന്തിനാണ് വീണ്ടും വീണ്ടും മൈക്കായിട്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. റീച്ച് ഉദ്ദേശിച്ചിട്ടായിരിക്കും. എന്നിരുന്നാലും ഇതൊക്കെ പക്കാ ചീപ്പ് പരിപാടിയാണ്. ഉള്ളത് പറയാലോ. ഇതുകൊണ്ടുള്ള നഷ്ടം ആർക്കാണെന്ന് അറിയണം. ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ വരാതിരിക്കട്ടെ. ജനങ്ങൾ കൈമലർത്തും. മുമ്പ് ജിഷയുടെ അമ്മയെ സഹായിച്ചിട്ട് തന്നെ മതിയാതാ. ഇനി ആ പരിപാടിക്കേ ഞാനില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ പണം ചെലവാക്കാതിരിക്കും. അങ്ങനെ വരുമ്പോൾ പല അർഹതപ്പെട്ട ആളുകൾക്കും സഹായങ്ങൾ നിഷേധിക്കപ്പെടും. വലിയൊരു പ്രശ്നമാണത്. ഈ സ്ത്രീക്ക് എന്ത് വേണം? ആർഭാടായിട്ട് ജീവിക്കണം. അതിനെന്ത് വേണം? കുറച്ച് പണം വേണം. അപ്പൊ പണത്തിന് ആവശ്യമുള്ളപ്പോഴേക്ക് ഈ സ്ത്രീ എന്താക്കും? സ്വന്തം മകളുടെ പേരും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ജനങ്ങൾ മുന്നിലേക്ക് വരും. എനിക്ക് ഈ ചാനലുകാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് അത് ഇന്റർവ്യൂ ചെയ്ത് ജനങ്ങൾ മുന്നിലേക്ക് എത്തിക്കല്ലേ. ഇത് കണ്ട് വീണ്ടും വീണ്ടും ഇവരോട് സഹതാപം തോന്നിയ ആളുകൾ ഇവരെ വീണ്ടും സഹായിക്കാൻ തുടങ്ങും. അവർക്ക് വേണ്ടത് അതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ചാനലുകാരോട് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോയുടെ എൻഡ് ചെയ്യുന്നു. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.